ശബരിമല ക്ഷേത്രത്തിന്റെ വിശ്വാസത്തിന്റെ ഇത്രയും കൂടുതൽ ഭക്തജനങ്ങൾ ഇനി ഏതാണ്ട് 1.5-2 മാസം കഴിയുമ്പോൾ മണ്ഡലകാലം ആവുന്നതോടുകൂടി കേരളത്തിലും ഭാരതത്തിലുമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരേ വസ്ത്രധാരണത്തോടുകൂടി ഒരേ മന്ത്രജപത്തോടുകൂടി ഒരേ മാനസിക ഭാവത്തോടുകൂടി എല്ലാ വഴികളും അയ്യപ്പസ്വാമിയുടെ സിരുസന്നിധിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക എന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ശബരിമലയിലെ ഇത്രയും ആളുകളെ ആകർഷിക്കുന്നതിനുള്ള ശബരിമലയിലെ അയ്യപ്പന്റെ പ്രത്യേകത അഥവാ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ്, അതേത് രീതിയിലൊക്കെ നമുക്ക് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് ഈ കാലാംശത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ക്ഷേത്രങ്ങൾക്ക് പല രീതിയിലുള്ള പ്രത്യേകതകളുണ്ട്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളം സാജാത്യങ്ങളുണ്ടെങ്കിലും അതോടുകൂടി തന്നെ വ്യത്യസ്ത ആരാധനാ രീതികളും സമ്പ്രദായങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. അവിടുത്തെ ചിട്ടകളിൽ നിത്യം നട തുറക്കുന്നില്ല, പ്രത്യേകം പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുന്നില്ല. അത്യത്ഭുതകരമായ മറ്റു വിഷയങ്ങളും ശബരിമലയുമായി ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. 2-3 സൂചനകൾ മാത്രം നൽകിക്കൊണ്ട് ഞാൻ ഇവിടെ വേദി ഒഴിയുകയാണ്. ശബരിമലയിലെ പ്രതിഷ്ഠാമൂർത്തിയുടെ പ്രത്യേകത, ധ്യാനരൂപത്തിലുള്ള വിഷയങ്ങൾ, അതേപോലെ തന്നെ അവിടുത്തെ കർമ്മപദ്ധതികളെ സ്ഥലപരമായിട്ടും ദേശവ്യത്യാസം അനുസരിച്ചുമുള്ള ചിന്തയ്ക്കനുസരിച്ച് ഓരോ ക്ഷേത്രങ്ങളിലെയും ആചാര്യന്മാരുടെയും ഒരാളുമാരുടെ അതായിട്ട് ബന്ധപ്പെട്ട ഭക്തജനങ്ങളുടെ ഒക്കെ കൂട്ടായ്മയോട് കൂടിയിട്ട് ഒരുമിച്ച് തീരുമാനിച്ച് പ്രതിഷ്ഠാ സമയത്ത് നിശ്ചയിക്കുന്ന ആചാരങ്ങളാണ് വിശ്വാസികൾ അനുവർത്തിച്ചു വരുന്നത്. അതാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഓരോ ശ്വാസത്തിലും ഇത് നമ്മുടെ മനസ്സിലുണ്ട്, നമ്മുടെ പ്രവൃത്തിയിലുണ്ട്, ചിന്തയിലും വാക്കിലും ഉണ്ടാകണമുണ്ട്. അങ്ങനെ പ്രതിഷ്ഠാ സമയത്ത്, പ്രതിഷ്ഠ കഴിഞ്ഞ സമയത്ത്, നിത്യനൈമിത്തിക നിശ്ചയ സമയത്ത് നിയതാർച്ചാസ്ഥിതി സ്ഥാപകേന നിയതം നിയതിർ നിയമേ ദൈവേ, നിയമമാണ് ദൈവമാണ്, ദൈവം ദുഷ്ടം ഭാഗദേയം ഭാഗ്യം ശ്രീ നീതിർവിധി, ദൈവങ്കിൽ നിന്ന് ആഗതമാണ്, ദേവൻ പറഞ്ഞ കാര്യമാണ്, ദേവന്റെ ഹിതമാണ് നിശ്ചയിക്കുന്നത്. അങ്ങനെ നിശ്ചയിച്ചതാണ്. പ്രത്യേക പ്രായപരിധിയിലുള്ള ആളുകൾക്ക് പ്രവേശനത്തിന്റെ വിഷയം, ഇരുമുടിക്കെട്ടോടുകൂടി 18-ാം പടി ചവിട്ടണം, നിത്യം നട തുറക്കുന്നില്ല എന്നുള്ള വിഷയങ്ങളൊക്കെ. ഇതിനൊക്കെ തന്നെ ഏത് രീതിയിലുള്ള സംഗമം നടത്തിയാലും അത് തച്ചുടയ്ക്കാൻ സാധിക്കുകയില്ല. അതിന് അയ്യപ്പൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യബോധത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളല്ല പലരും മനസ്സിലാക്കേണ്ടതുണ്ട്. ശാസ്ത്രദൃഷ്ട്യാ വിദുഷാ കദാചിത് ഉല്ലംഘനീയ കുലദേശധർമ്മ, കുലദേശധർമ്മങ്ങൾക്കനുസരിച്ച് നിശ്ചയിച്ചിട്ടുള്ള ആചാരങ്ങള് എന്ത് വിഷയമുണ്ടെങ്കിലും, ഏത് ആധുനികമായ ചിന്തകൾ അതിലേക്ക് കടന്നു വന്നാലും, ഏത് നവോത്ഥാന ചിന്തകൾ നടന്നു വന്നാലും അതിന്റെ അന്തസ്സത്തയ്ക്ക്, സാരാംശത്തിന് ഒരു മാറ്റങ്ങളും, ആചാരങ്ങളിൽ മാറ്റം വേണം. ആചാരങ്ങളിൽ മാറ്റങ്ങൾ എന്നും നമ്മൾ അംഗീകരിക്കുന്നതാണ്. പക്ഷേ ആചാരങ്ങൾക്കപ്പുറത്ത് ചില നിയമങ്ങൾ ശബരിമലയിലുണ്ടെങ്കിൽ നിയമം നിർബന്ധപൂർവ്വം അനുസരിക്കേണ്ടതാണ്. അത് ആചരിക്കുന്നതാണെങ്കിലും ആചരിക്കുന്ന ഒരാചാരമല്ല, നിർബന്ധപൂർവ്വം അനുസരിക്കേണ്ടതാണ് നിയമങ്ങള്. ആ നിയമത്തിന്റെ പരിധിയിൽപ്പെട്ടത് ചെറിയ ആചാരം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞുകൊണ്ട് അതിന്റെ ലഘൂകരിക്കാനുള്ള ചില ശ്രമങ്ങൾ ചില ഭാഗത്തു നിന്നുണ്ടെങ്കിൽ, പല അനാചാരങ്ങൾ മാറ്റണം, ദുരാചാരങ്ങൾ മാറ്റണം, സദാചാരങ്ങൾ നിലനിർത്തണം, പുതിയ മാറ്റങ്ങൾ വേണ്ടി വരും. പക്ഷെ നിയമങ്ങൾക്കൊരിക്കും നിയതിർ നിയമേ ദൈവം, ഇത് നിയതിയാണ്, നിയമമാണ്, ദേവങ്കിൽ നിന്ന് ആഗതമാണ്, ദേവഹിതമാണ്. ആ ദേവഹിതമായ ഈ ഇത്തരം നിയമങ്ങള് അനുസരിക്കേണ്ടത് ക്ഷേത്രത്തിന്റെ പരിശുദ്ധി, ക്ഷേത്രത്തിന്റെ ചൈതന്യം നിലനിർത്താൻ അത്യന്താപേക്ഷികമാണ്. ഇത് മനസ്സിലാക്കേണ്ടത് നമ്മളല്ല, പലരും ക്ഷേത്രത്തിന്റെ കൈകാര്യം ചെയ്യുന്ന ആളുകള് ആ രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് ഇന്ന് നവോത്ഥാനത്തിന്റെ ഭാഗത്തേക്ക് ചിന്തിക്കുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. അവിടെ എല്ലാ വിഷയത്തിലേക്കും ഞാൻ കിടക്കുന്നില്ല. ബ്രഹ്മചാരി ഭാവത്തിലാണ് അവിടുത്തെ പ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെ ഒരു പ്രകരണത്തിൽ പറഞ്ഞു, ഏകശയ്യിത സർവത്ര, ഏകനായിട്ട് വേണം, ഏകാന്തവാസം വേണം. അതിനാണ് മാസത്തിൽ 25 ദിവസം നട അടയ്ക്കുന്നുണ്ട്. മറ്റൊരു തലത്തിലേക്ക് ദേവം
സമാധി എന്നുള്ള മറ്റൊരു അവസ്ഥയ്ക്ക് മാറ്റിയ ശേഷം ആ ജാഗ്രതയിൽ നിന്ന് സുഷുപ്തിയിലേക്കും സുഷുപ്തിയിൽ നിന്ന് തുരീയത്തിലേക്കും സമാധി ആ തുരീയ അവസ്ഥയിലേക്ക് മാറ്റിയതിന് ശേഷം ആണ് നട അടയ്ക്കുന്നത്. പിന്നെ ഉണർത്തിയിട്ടാണ് പിന്നെ പൂജകൾ സംക്രമത്തിന് തുടങ്ങുന്നത്. അത് ഏകശൈത, നിത്യം നട തുറക്കുന്നില്ല. മറ്റൊരു വിഷയം ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കോടതിയിലുള്ള വിഷയത്തിന്റെ അതിന്റെ ഒരു നിയമപരമായ 2-3 വിഷയങ്ങൾ മാത്രം ഞാനിവിടെ പറയാം. വർജയൻ മധുമ, എന്തൊക്കെയാണ് അവിടെ വർജിക്കേണ്ടത്, ആരൊക്കെയാണ് അവിടെ നിഷിദ്ധമായിട്ട് അവിടെ വർജിക്കേണ്ടത്, അവിടെ പ്രവേശനം ആർക്കൊക്കെയാണ് അനുവദിക്കാത്തത്. വർജയൻ മധുമാം സഞ്ച ഗന്ധമാല്യം രസാൻ സ്ത്രീയ ശുക്താനി യാനി സർവാണി പ്രാണിനാം ചൈവ ഹിംസനം അഭ്യംഗമഞ്ജനക്ഷാണം ചാക്ഷണ രൂപാനഛത്രധാരണം കാമം ക്രോധഞ്ച ലോഭഞ്ച നർത്തനം ഗീതവാദനം ദ്യൂതഞ്ച ജനവാസഞ്ച പരിവാദം തഥാ അമൃതം സ്ത്രീണാഞ്ച പ്രേക്ഷണാലംബോ ഭഗാതം പരസ്യജ. 3 ശ്ലോകങ്ങളിലായിട്ട് വളരെ വിസ്തരിച്ച് 25 കാര്യങ്ങൾ പറഞ്ഞു. 25 ഞാനിവിടെ തൊടുന്നില്ല. 2 തവണ ആവർത്തിച്ച് ഒരു വിഷയം മാത്രമേ പറഞ്ഞുള്ളൂ. ആദ്യം പറഞ്ഞു വർജയൻ മധു, മദ്യമാംസൊന്നും പാടില്ല. അതാ വർജയൻ മധുമാംസഞ്ച ഗന്ധമാല്യം രസാൻ സ്ത്രീയ എന്ന് പറഞ്ഞ സ്ത്രീ എന്നുള്ള വിഷയം അവിടെ ശബ്ദം പ്രയോഗിച്ചു. അവസാനം പറഞ്ഞു സ്ത്രീണാഞ്ച പ്രേക്ഷണാലംബം ഉപഘാതം പരസ്യജ. അവിടെ ഏത് രീതിയിലുള്ള സ്ത്രീകളാണ്. ഇങ്ങനെ 3 ശ്ലോകങ്ങളിൽ നിന്ന് സാമാന്യമായി 25 വിഷയങ്ങൾ വർജിക്കാൻ പറയുന്നു. അതിൽ സ്ത്രീ വിഷയം നിരോധം വിഷയവ്യത്യാസമായിട്ട് 2 സൂചിപ്പിച്ചതുകൊണ്ട് അതിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതാണ് ആദ്യം സ്ത്രീകളെ വർജിക്കണം എന്ന് പറഞ്ഞു. പിന്നീട് ഏത് രീതിയിലുള്ള ആളുകളാണ് സ്ത്രീ കർത്തൃകമായ പ്രേക്ഷണാലംബ ഉപഘാതങ്ങള്, അതായത് കാമാദി വിചാര വികാരങ്ങളോടുകൂടിയുള്ള നോട്ടം, ആലിംഗനാദികൾ, അത്തരം ആദി ശബ്ദം കൊണ്ട് തുടർച്ച വിഷയങ്ങളെല്ലാം വിവരിക്കുന്നില്ല. അത്തരം വിഷയങ്ങളൊക്കെ ഇവിടെ വർജിക്കേണ്ടതാണ്. ഇത് സാധ്യമാകുന്ന, ഇത് ബാധകമാകുന്ന പ്രായപരിധി കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. അത്തരം പ്രായപരിധിക്കകത്തുള്ള ആളുകൾക്ക് അവിടെ അയ്യപ്പന്റെ സാന്നിധ്യത്തിൽ കൊച്ചുകുട്ടികൾ പോകുന്നുണ്ട്, അമ്മമാര് പോകുന്നുണ്ട്. അത് പ്രായപരിധി നിശ്ചയിക്കുന്നതിന് 10 വയസ്സ് കൂടുന്ന സമയത്ത് 50 വയസ്സ്, സാധാരണ 10 വയസ്സിന് മേലെ 50 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഓരോന്നിന്റെയും പരിപൂർത്തിക്കുള്ള സ്ഥാനം. സ്ത്രീധർമ്മമായ മാതൃത്വം ലഭിക്കുന്നത് ഈ കാലയളവിലാണ്. ബാല്യം വൃദ്ധർ വപുഷ്ടി പ്രജ്ഞോത്സാഹവും ദേഹം ബലം മഹാ ദശകേന നിവർത്തന്തേ മന പഞ്ചേന്ദ്രിയാണിച. വ്യാഖ്യാനത്തിലേക്ക് പോകുന്നില്ല, 2 സൂചനകൾ മാത്രം എന്നതുകൊണ്ട് 50 വയസ്സ് വരെ സംഭവിക്കുന്ന ശാരീരിക പ്രത്യേകതകൾ ഇല്ലാത്ത സമയമാകുമ്പോൾ സ്ത്രീധർമ്മം പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു മാതൃത്വം ലഭിക്കില്ല. പൂർണ്ണമായ അർത്ഥത്തിൽ ആ ധർമ്മം പ്രേക്ഷണാലംബവും ഭഗാതങ്ങൾ സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള നൈമിത്തിക നിശ്ചയ സമയത്ത് നിത്യം ചെയ്യേണ്ട ആരാധനകള്, നൈമിത്തികമായ വിശേഷ ആരാധനകളൊക്കെ നിശ്ചയ സമയത്ത് നിശ്ചയിച്ചു. അതേമാതിരിയാണ് ഇരുമുടിക്കെട്ടിന്റെ വിഷയം. സർവവ്യാപിയും കാരണബോധനുമായ എല്ലാവരിടത്തുള്ള ബ്രഹ്മചൈതന്യം, അങ്ങനെയുള്ള രൂപത്തിന്, അങ്ങനെയുള്ള ഈശ്വര ചൈതന്യത്തെ ഗുണാദികൾ സന്നിവേശിപ്പിച്ച് തികച്ചും മാനുഷികമായ ഭാവത്തിൽ വിചാരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രതിഷ്ഠിക്കുന്നത് എന്നതുകൊണ്ട് അവിടെ ഇതൊക്കെ തന്നെ അനുവർത്തിക്കേണ്ടതാണ്. ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ ഇതിലെ ഈ ഭാഗങ്ങളിലെ 2 വിഷയങ്ങളാണ്. അവിടെ ഇരുമുടിക്കെട്ട് വിഷയം നിർബന്ധമാണ്, അതും നീതിയിൽപ്പെട്ടതാണ്, നിശ്ചയത്തിൽപ്പെട്ടതാണ്. അങ്ങനെ 2 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇനിയുണ്ട്. അത്യത്ഭുതകരങ്ങളായ വിഷയങ്ങളുണ്ട്. തിരുവേലിപ്പേട്ട ആരംഭിക്കുന്ന സമയത്ത് വരുന്ന കൃഷ്ണപ്പരുന്ത്, ഈ തിരുവാഭരണം എഴുന്നള്ളിപ്പ് തുടങ്ങുന്ന സമയത്ത് ശബരിമല എത്തുന്നവരെ കൃഷ്ണപ്പരുന്ത് പറക്കുന്നു. ശബരിമല സന്നിധാനത്ത് നിൽക്കുന്ന ആളുകള് അവിടെ വലിയ നടപ്പന്തലിൽ എത്തിയോ അല്ലെങ്കിൽ അപ്പുറത്ത് എത്തിയോ, മരക്കൂട്ടത്തിലാണോ ഇപ്പം ഇത് എത്തിയിട്ടുള്ള തിരുവാഭരണ ഘോഷയാത്ര എത്തിയെന്നുള്ളത് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമായ വഴി 3 പരുന്ത് ഇങ്ങനെ പറക്കുന്നുണ്ടാവും. അപ്പം അതിന്റെ വഴി നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ അത്യത്ഭുതകരമായ പലതും മനുഷ്യ ചിന്തയ്ക്കോ മാനുഷികമായ വിഷയത്തിനോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള പരമചൈതന്യത്തിന്റെ വിഷയം ചൈതന്യമാണ് അവിടെ കുടികൊള്ളുന്നത്. അത് തൊട്ടാൽ കൊള്ളുന്നതാണ്, അത് തൊടാതിരിക്കണം, അത് നിലനിർത്താൻ നമുക്ക് സാധിക്കണം.